ഈ നാടിനെ എന്നെക്കാൾ സ്നേഹിക്കുന്ന ഒരാൾ. വർഷങ്ങളായി നിയമം സംരക്ഷിച്ച് കുടുംബ പാരമ്പര്യമുള്ള ഒരാൾ. ഈ നാടിന്റെ മകൾ. I proudly present before you the newly appointed Commissioner of Police, Manju Madhavan IPS. നിങ്ങളെല്ലാരും ഒന്നിരിക്കുക പ്ലീസ്. ഇനി നമ്മുടെ കാര്യം കട്ടപ്പോയാൽ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതയായ മഞ്ജു. അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കോൺസ്റ്റബിൾ ജോലി രാജിവെച്ചതാണ്. അതിനുശേഷം ഡൽഹിയിലേക്കാണ് അവൾ പോയത്. അവിടെ വെച്ച് ജോലി ചെയ്തുകൊണ്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അവൾ തയ്യാറെടുത്തു. ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ജോലി ചെയ്യാനും പഠിക്കാനും മഞ്ജു കാണിച്ച ധൈര്യം കുറച്ചൊന്നും പുകഴ്ത്തിയാ പോരാ. ആദ്യത്തെ ശ്രമത്തിൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തെങ്കിലും IPS ആകാനുള്ള റാങ്ക് ഇല്ലാത്തതുകൊണ്ട് മഞ്ജു ഒരു വർഷം കാത്തിരുന്ന് വീണ്ടും പരീക്ഷ എഴുതി അത് നേടിയെടുത്തു. കഴിഞ്ഞ 3 വർഷങ്ങളിലായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി മഞ്ജു ഡ്യൂട്ടി ചെയ്യായിരുന്നു. അവസാനം അവൾ ആഗ്രഹിച്ച പോലെ സ്വന്തം നാട്ടിലേക്ക് അവൾക്ക് പോസ്റ്റിംഗ് കിട്ടി. മഞ്ജുവിന്റെ ജീവിതം ഒരു പാഠമാണ്. മനസ്സുകൊണ്ട് തോൽക്കാൻ സമ്മതമില്ലാത്തവരുടെ മുമ്പിൽ വിധി മുട്ടുമടക്കും. വിജയം ആരെയും തേടി വരില്ല, അതിനെ വാശിയോടെ പിന്തുടർന്ന് നേടിയെടുക്കണം. സ്ത്രീകൾക്കൊറ്റയ്ക്ക് പൊരുതി ഒന്നും നേടാൻ സാധിക്കില്ലെന്നുള്ള വിചാരം ചിലർക്കൊക്കെ ഉണ്ട്. അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റിയൊരു ഉദാഹരണമാണ് മഞ്ജു മാധവൻ. ഇനി മൈക്കും ഉത്തരവാദിത്വവും ഞാൻ മഞ്ജുവിനെ ഏൽപ്പിക്കുകയാണ്. താങ്ക് യു മാഡം. എന്റെ നാട്ടിൽ എനിക്ക് ഇങ്ങനൊരു പദവി കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാഡം പറഞ്ഞതുപോലെ സ്ത്രീകളെ കൊണ്ട് പൊരുതി വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യവുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തളർന്നിരുന്ന എന്നെ
പ്രോത്സാഹിപ്പിച്ചതും നേർവഴി കാണിച്ചു തന്നതും ഐശ്വര്യ മാഡമാണ്. ഞാൻ ട്രെയിനിങ്ങിലായിരുന്നപ്പോഴും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നതും മാഡമാണ്. എന്റെ അസാന്നിധ്യത്തിൽ എന്റെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നോക്കിയതും മാഡമാണ്. എന്റെ അഭാവത്തിൽ എന്റെ നാടിനെയും കുടുംബത്തെയും സംരക്ഷിച്ചതിന് മാഡത്തോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. മാഡത്തിന് ഇവിടെ നിന്നും ധൈര്യമായിട്ട് പോവാം. ഇനി ഈ നാടിനെ ഞാൻ നോക്കിക്കൊള്ളാം. സാധാരണക്കാരെ ഒരുത്തനും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല. ക്രമസമാധാനവും ആരും തകർക്കില്ല. മഞ്ജു ഉറപ്പായിട്ട് നമ്മളെ ലക്ഷ്യമിക്കും. അവൾക്ക് നമ്മളെ വെല്ലുവിളിക്കാനുള്ള ധൈര്യമായി. നമ്മൾ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം. മിണ്ടാതിരിക്കടി. മഞ്ജു കോൺസ്റ്റബിൾ ആയിരുന്നപ്പോ നമുക്ക് തന്ന പണിയൊക്കെ മറന്നു. ഇപ്പൊ അവള് കമ്മീഷണറാ. അവളെ എങ്ങനെ നേരിടാന്നല്ല, അവൾ ഇന്ന് എങ്ങനെ രക്ഷപ്പെടാന്നാ ചിന്തിക്കണ്ടേ. അങ്ങനെ ചെയ്താ പോലീസിന്റെ ശക്തി എന്താണെന്ന് അവര് മനസ്സിലാക്കും. മഞ്ജു വരൂ. മാഡം, കൺഗ്രാറ്റുലേഷൻസ്. ഒരു സീനിയർ ഓഫീസറെ കാണുമ്പോ സല്യൂട്ട് ചെയ്യണോന്ന് അറിയില്ലേ? സോറി മാഡം. മഞ്ജു വരൂ.